Okay, now we will start the role of administrator in staff development. Staff development and the types in the roles of administrator in staff development. First point uses principle of learning when helping employees to learn new skills or information. New employees, hospital, new employees join skills, talents, develop learning methods provide administrator employees provide second point uses teaching techniques that strengthen staff. Strengthen ബലപ്പെടുത്തുക എന്താണ് അവരുടെ സ്റ്റാഫിനെ അല്ലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ എന്താണ് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ടീച്ചിങ് മെത്തേഡ്സ് യൂസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് തേർഡ് പോയിന്റ് കണ്ടിന്യൂസ്ലി ആസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ് അല്ലെ. ഹോസ്പിറ്റലില് ഡിഫറെന്റ് യൂണിറ്റുകൾ ഉണ്ട്. ഡിഫറെന്റ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും ഡിഫറെന്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് ലേണിംഗ് മെത്തേഡ്സുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റോളാണ്. ഇനി എന്താണ് ഫോർത്ത് പോയിന്റ് എന്താണ് ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ് അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നോളജ് ആയാലും സ്കില്ലായാലും ചിലപ്പോൾ എന്താണ് നോളജ് കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്കില്ല് കൂടുതലായിരിക്കാം. ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കാം നോളജും സ്കില്ലും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവരുടെ സ്കില്ല് കൂട്ടുന്നതിനും അതുപോലെ നോളജ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. എന്തൊക്കെയാണെന്ന് നോക്കാം. The structure of organization determines the employee behavior through the effect of role, power, status, responsibility, authority and communication. ഓരോ എംപ്ലോയീസിന്റെയും ബിഹേവിയറിലൂടെയാണ് സ്ട്രക്ചർ അല്ലെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താണ് ഓരോ സ്റ്റാഫിനും എന്താണ് ഡിഫറെന്റ് റോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് പവർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി വ്യത്യാസമായിരിക്കാം. അതുപോലെ എന്താണ് അധികാരം അതോറിറ്റി എന്ന് പറയുന്നതും വ്യത്യാസമായിരിക്കാം. അപ്പൊ എന്താണ് ഓരോ ഡിഫറെന്റ് പവർ അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫിനും. അപ്പോൾ എംപ്ലോയീസിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ. Hence, it has hierarchy as doctor do. എന്താണ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ എന്താണ് ഡോക്ടേഴ്സിന് ഒരു ഹൈറാർക്കി ഉള്ളതുപോലെ തന്നെ നഴ്സുമായിരിക്കും ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി it is necessary to understand different nursing classification. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ എന്താണ് നഴ്സുമാരുടെ ഹൈറാർക്കിയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഹൈറാർക്കി വരുന്നത് നോക്കിയേ ടോപ്പ് ടു ബോട്ടം ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ ആരാണ് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ട് വരുന്നുണ്ട് അതിന് കീഴില്. പിന്നെ എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടിന് കീഴിൽ എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, അതുപോലെ നഴ്സിംഗ് ഇൻചാർജ്. അതിന്റെ ഇടയിൽ വരുന്നത് എന്താണ് നഴ്സിംഗ് സ്റ്റാഫ് നഴ്സസ്, അതുപോലെ എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ. ഇനി എന്താണ് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ് നഴ്സിംഗ് ഡയറക്ടർ അല്ലെ.
നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അടുത്തത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്. എന്താ പറയുന്നത്? നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഓരോ നഴ്സ് സ്റ്റാഫിന്റെയും ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നഴ്സും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇന്ന കാര്യങ്ങളാണ് ഓരോ നഴ്സും ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻ ആര് കൊടുക്കുന്നുണ്ട്? നഴ്സിംഗ് ഡയറക്ടർ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ് അല്ലെ, ഹെൽത്ത് സർവീസിന്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ്? Their duties consist of supervising all nursing staff and look after patient care as well as administrative functions like record keeping, budgeting, etc. അതുപോലെ തന്നെ എന്താണ്? എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? പേഷ്യന്റ് കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ് എക്സെട്ര. എന്തൊക്കെ ഫംഗ്ഷനുകളാണ് ചെയ്യുന്നത്? റെക്കോർഡ് കീപ്പിംഗ് അല്ലെ, ഓരോ പേഷ്യന്റിന്റെയും റെക്കോർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബഡ്ജറ്റിംഗ് അറിയാലോ നിങ്ങൾക്ക്? ബഡ്ജറ്റിംഗ് അറിയോ എന്താണെന്നുള്ളത്? ബഡ്ജറ്റിംഗ് വരവ് ചിലവ് കണക്കുകൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓരോ നഴ്സിനെയും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? പേഷ്യന്റ് കെയർ നൽകുന്നുണ്ട്. പിന്നെ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ ചെയ്യുന്നുണ്ട് അല്ലെ, റെക്കോർഡ് കീപ്പിങ്ങും അതുപോലെ ബഡ്ജറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അത്രയും പോയിന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. At minimum, they require co-workers or bachelor degree in nursing along with the at least 10 years of experience in deemed firms. എന്താ പറയുന്നത്? അവിടെ എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. എന്താണ്? ബാച്ചിലർ ഡിഗ്രി അല്ലെ, നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി എടുത്തവരായിരിക്കണം നഴ്സിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. പിന്നെ എന്താണ്? അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അപ്പോ നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നഴ്സിനും എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. പിന്നെ ഹെൽത്ത് കാര്യങ്ങൾ അല്ലെ, ഹെൽത്ത് സർവീസ് കോർഡിനേറ്റ് ചെയ്യുന്നതും നഴ്സിംഗ് ഡയറക്ടർ ആണ്. പിന്നെ എന്താണ്? ഓരോ സ്റ്റാഫ് നഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് കെയറും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് കീപ്പിങ്ങും ബഡ്ജറ്റിങ്ങും. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലർ ഡിഗ്രി ഓഫ് നഴ്സിംഗ് അല്ലെ, നഴ്സിംഗിൽ എന്താണ്? ബാച്ചിലർ ഡിഗ്രി വേണം. അതുപോലെ 10 years ഓഫ് എക്സ്പീരിയൻസും വേണം. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടു ഡയറക്റ്റ്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. എന്താണ്? സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓവർസീ എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റാഫിനെയും, ഓരോ നഴ്സിംഗ് സ്റ്റാഫിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നതും ഓവർസീ അല്ലെ, മേൽനോട്ടം വഹിക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്? ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, എന്താണ്? ഇന്ന നഴ്സ് ഇന്നതുപോലെ ചെയ്യുക, ഇന്ന ഷിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ നഴ്സുമാർക്കും എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യണം. ഇനി എന്താണ്? അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ അല്ലെ,
എന്താണ് ഒരു പേഷ്യന്റും ചിലപ്പോൾ അഡ്മിറ്റ് ആവുന്ന ആ കാര്യങ്ങൾ അഡ്മിറ്റ് ആവുമ്പോൾ വരുന്ന പ്രൊസീജിയേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറേഞ്ച്മെന്റ് നടത്താം, അതുപോലെ കോർഡിനേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുക. പിന്നെ എന്താണ് നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് അല്ലെ, നഴ്സുമാര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. പേഷ്യന്റ് കെയർ നൽകുന്നതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്, സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. എന്താണ് ചിലപ്പോ വാർഡിലൊക്കെ ആകുമ്പോ എന്താണ് പേഷ്യന്റും നഴ്സുമാരും തമ്മിൽ അല്ലെ, ഏത് പോയിന്റ് അജൂബി ചെയ്യുന്നത്, ഏത് പോയിന്റ് നമ്മൾക്ക് വേണ്ടത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അല്ലെ, അഡ്മിഷൻ ചെയ്യുമ്പോ എന്താണ് ഒരു രോഗിക്ക് അഡ്മിറ്റ് ആവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, പ്രൊസീജിയേഴ്സ് വൈസ് ആണ് ഓരോ പേഷ്യന്റിനെയും അഡ്മിറ്റ് ആക്കുന്നത്. അതുപോലെ എന്താണ് പേഷ്യന്റ് കെയർ നൽകുമ്പോൾ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതിന് ട്രീറ്റ്മെന്റ് നൽകുന്നത്, മെഡിസിൻ കൊടുക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊസീജിയേഴ്സ് വൈസ് ആയിരിക്കും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ ജോബിക്ക്? ഓക്കെ, പിന്നെ എന്താണ് സെറ്റിൽ അല്ലെ, ഇഷ്യൂസ് ഒക്കെ സെറ്റിൽമെന്റ് ചെയ്യാം. ഇപ്പോ നഴ്സുമാരും പേഷ്യന്റുമാരും തമ്മിൽ അല്ലെ, നഴ്സിംഗ് കെയർ നടത്തുമ്പോൾ ചിലപ്പോ ചില പേഷ്യൻസിന് എന്താണ്, ചില പേഷ്യന്റും നഴ്സുമാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാം, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അപ്പോ അവരുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടതും നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ് റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ക്ലിയർ ആയോ? ഇത്രയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നഴ്സിംഗ് ഡയറക്ടർക്ക് ഉള്ളത്. ഒന്ന് വായിച്ചു നോക്കിയേ, ഓക്കെ ആണോ? ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്, നഴ്സിംഗ് സ്റ്റാഫിനെ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ആൻഡ് ഓവർസീ അല്ലെ, സൂപ്പർവൈസ് ചെയ്യാം. പിന്നെ എന്താണ് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ് ഗൈഡ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക. പിന്നെ എന്താണ് നഴ്സിംഗ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അഡ്മിഷൻ നടത്തുമ്പോൾ ഓരോ പേഷ്യന്റിന് വേണ്ട കാര്യങ്ങള് എല്ലാ പ്രൊസീജിയേഴ്സും അറേഞ്ച്മെന്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നഴ്സുമാരും പേഷ്യന്റുകളും തമ്മിൽ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണ് അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാം. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി എന്താണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ, സൂപ്രണ്ടിനെ സൂപ്രണ്ട് എന്നും കൂടി പറയണം കേട്ടോ. അപ്പോ നഴ്സിംഗ് സൂപ്രണ്ട് ആക്ട് as the second command in the nursing administration of the hospital. എന്താണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സെക്കൻഡ് കമാൻഡ് ആയിട്ടും കൂടിയും ഹോസ്പിറ്റലില് പ്രവർത്തിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടുമാര് സെക്കൻഡ് കമാൻഡ് ആയിട്ട് എവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഹോസ്പിറ്റലില് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. He or she will be held responsible for management and supervision of nursing service of different departments of the hospital. എന്താ പറയുന്നത്, എന്താണ് അവനായിക്കോട്ടെ അവളായിക്കോട്ടെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇപ്പോ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറഞ്ഞാല് പെണ്ണാവാം ആണാവാം അല്ലെ. അപ്പൊ എന്താണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലില്. അവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ. ഓക്കെ, ഇനി എന്താണ്, ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ നഴ്സിംഗ് ആക്ടിവിറ്റി ഹി ഓർ ഷീ will help the nursing director and as the director in the absence of the nursing doctor. എന്താ പറയുന്നത്, ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും എന്താണ് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നഴ്സിംഗ് സൂപ്രണ്ട് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസിൽ. ഇപ്പോ അഭാവത്തില്, ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അഭാവം, നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സാഹചര്യത്തില് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ടും നഴ്സിംഗ് സൂപ്രണ്ട് ആ റോള് ഏറ്റെടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ പോയിന്റ്? ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഇനി എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആരുടെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹി ഓർ ഷീ വിൽ ഹെൽപ് ദ നഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. അല്ലെ, എന്താണ്? അവനായിക്കോട്ടെ അവളായിക്കോട്ടെ നഴ്സിംഗ് ഡയറക്ടറിന്റെ വർക്കിൽ അല്ലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് ഡയറക്ടർ തന്നെ എന്ത് വർക്കാണുള്ളത് ആ വർക്കില് നഴ്സിംഗ് സൂപ്രണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ? അറിയോ മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? മാസ്റ്റർ റൊട്ടേഷൻ അറിയോ? നൈറ്റ് ഡ്യൂട്ടി അല്ല. ഓക്കെ, അറിയില്ല, പറയാം, മിസ് പറയാം. മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? മെഡിക്കൽ ഐസിയു ഉണ്ട്, കാർഡിയാക് ഐസിയു ഉണ്ട് അല്ലെ. അപ്പോ മെഡിക്കൽ ഐസിയുല് കൂടുതൽ സ്റ്റാഫ് നഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. കാർഡിയാക് ഐസിയുല് കുറവാണ് സ്റ്റാഫുകൾ ഉള്ളത്. അപ്പൊ എന്താണ്? കാർഡിയാക്കിലാണല്ലേ നമുക്ക് എന്താണ് കൂടുതലായിട്ടും നഴ്സുമാരുടെ സേവനം ആവശ്യമായിട്ട് വരുന്നത്. മെഡിക്കൽ ഐസിയുവിനെ കാട്ടിലും എന്താണ് കാർഡിയാക് ഐസിയുവിലാണ് സ്റ്റാഫിനെ കൂടുതലായിട്ട് വേണ്ടത് എങ്കിൽ എന്താണ് ഈ മെഡിക്കൽ ഐസിയുവിന് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർഡിയാക് ഐസിയുവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? നഴ്സിംഗ് സൂപ്രണ്ടിനാണ് ഉള്ളത്. അപ്പൊ മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മാസ്റ്റർ റൊട്ടേഷൻ. ഓക്കെ, ഇനി എന്താണ്? ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. എന്താ പറയുന്നത്? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഫെമിലിയർ ആണോ ആർക്കെങ്കിലും? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ഡ്യൂട്ടി റോസ്റ്റർ ഇല്ല, അറിയില്ല. ഡ്യൂട്ടീസ് എന്താണ്? ഓരോ ഷിഫ്റ്റുകൾ ഉണ്ടാവുമല്ലോ നഴ്സുമാർക്ക്. അതാണ് കേട്ടോ ഷിഫ്റ്റിംഗ് ടൈം ഇല്ലേ, ഷെഡ്യൂളിംഗ് ടൈം. ഒരു ഷിഫ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ആ ഡ്യൂട്ടിനെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഓരോ നഴ്സുമാർക്ക് ഇപ്പോ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, ഡേ ഉണ്ടാവും അല്ലെ, അങ്ങനെ പല പല ഷിഫ്റ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഷിഫ്റ്റിംഗ് ടൈം അല്ലെ, ആ ഷിഫ്റ്റിംഗ് ടൈം അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡ്യൂട്ടി റോസ്റ്റർ അസൈൻ ചെയ്ത് കൊടുക്കുക. അതെന്താണ്? ഓരോ നഴ്സിന്റെ എങ്ങനെയാണോ ചെക്ക് ചെയ്യാം, ഡേ ആണോ പിന്നെ നൈറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും കൺഫേം ആക്കുകയും ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫോർ ദ നൈറ്റ് സൂപ്പർവൈസർ. എന്താണ്? നൈറ്റ് ഡേ നൈറ്റ് സൂപ്പർവൈസർ അറിയില്ലേ? നൈറ്റിൽ ഡ്യൂട്ടി ഉണ്ടാവുന്ന സൂപ്പർവൈസറെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ നഴ്സുമായിരിക്കും ഷിഫ്റ്റുകൾ. ഇപ്പൊ ഡേ ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടികള് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? നൈറ്റ് സൂപ്പർവൈസർ അല്ലെ, നൈറ്റ് ഡ്യൂട്ടി ഉള്ള സൂപ്പർവൈസർ ഇപ്പൊ നൈറ്റിൽ വരുമ്പോ ഡേയിൽ നിൽക്കുന്ന നഴ്സിംഗ് സൂപ്രണ്ട് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ആ നൈറ്റ് സൂപ്പർവൈസർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താണ്? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അവിടെ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ്, അതുപോലെ എന്താണ് മരുന്നുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് നൈറ്റ് സൂപ്പർവൈസർക്ക് സമർപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്രണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഡേ ഡ്യൂട്ടി ഉള്ള നഴ്സിംഗ് സൂപ്രണ്ട് നൈറ്റ് സൂപ്പർവൈസർ വരുമ്പോ അവർക്ക് രോഗികളുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ടത് അവരാണ്. അതാണ്
ഒരു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെന്താണ്? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. സ്റ്റാഫ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യണം. പിന്നെന്താണ്? keep the record of a staff statistics in connected with the educational programs. അല്ലെ, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ട്രെയിനിങ് അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടാവും. അതുപോലെ എന്താണ്, സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അവരുടെ സ്കില്ലും നോളജും കൂട്ടാൻ വേണ്ടിയിട്ട് ചില അവയർനെസ് പ്രോഗ്രാംസ് അതുപോലെ സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്ത സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്? ഇവര് ഏത് സ്റ്റാഫാണോ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസ് ഏതൊക്കെ സ്റ്റാഫുകളാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത സ്റ്റാഫുകളിലെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്നവര് ചെയ്തിട്ടുണ്ട്, ഇന്നവർ ഇത് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതും നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിന്റെ കാര്യം എക്സാമ്പിൾ ആക്കി ചെയ്ത സെമിനാർ അവയർനെസ് പ്രോഗ്രാംസ്. ഓക്കെ, supervise neatness of the ward in help of nursing in charge. അല്ലെ, ഓരോ വാർഡിനും എന്താണ്? ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ അവരുടെ വാർഡിലൊക്കെ എന്താണ് അൺക്ലീൻഡ് ആയിട്ട് കിടക്കുന്നെങ്കിൽ അപ്പൊ ഈ നഴ്സിംഗ് സൂപ്രണ്ട് വന്നിട്ട് നഴ്സിംഗ് ഇൻചാർജിനോട് പറയണം ഇവിടെ ക്ലീൻ ആക്കണം എന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യും? ഈ നഴ്സിംഗ് ഇൻചാർജ് പോയിട്ട് സ്വീപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ഹൗസ് കീപ്പിംഗ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എന്ത് പറയാം? ക്ലീൻ ആക്കണം എന്നുള്ള കാര്യങ്ങള് അവർക്ക് ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതും ആരാണ്? ഈ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു ഡ്യൂട്ടിയാണ്. എന്താണ് പറഞ്ഞത്? വാർഡൊക്കെ ഓരോ വാർഡിലും ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും അല്ലെ. ആ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാകുമ്പോൾ എന്താണ്? ചിലപ്പോ അവരുടെ വാർഡുകൾ എന്താണ് അൺക്ലീൻഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവാം, ക്ലീൻ അല്ലാത്ത അവസ്ഥ. അപ്പോ ക്ലീൻ ചെയ്യാനായിട്ട് ഈ നഴ്സിംഗ് സൂപ്രണ്ട് പറയും. അപ്പൊ എന്ത് ചെയ്യും? ഈ നഴ്സിംഗ് ഇൻചാർജ് പോയിട്ട് സ്വീപ്പേഴ്സിനോട് പോയിട്ട് ഇൻഫോം ചെയ്യും, ഈ വാർഡ് ക്ലീൻ ആക്കണം, ഈ ഏരിയ ക്ലീൻ ആക്കണം എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? ഇനി എന്താണ്? അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. എന്താണ്? ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിനും അവിടെ വരുന്ന പേഷ്യന്റുകൾക്ക് നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഹോസ്പിറ്റൽ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കണം? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? ഓരോ വാർഡിലും വരുന്ന പേഷ്യൻസിന് നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഹോസ്പിറ്റൽ പോളിസിയുടെ ബേസിലായിരിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചിട്ടായിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം അവർക്ക് നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കണം? നഴ്സിംഗ് സൂപ്രണ്ട് നോക്കണം. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? അയച്ചു നോക്കിയൊന്ന്. അയച്ചു നോക്കട്ടാ. ലാസ്റ്റ് പോയിന്റ് പറയണോ? ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചിട്ടായിരിക്കണം ഓരോ പേഷ്യൻസിനും നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്ന പോളിസി പ്രകാരമായിരിക്കണം ഓരോ പേഷ്യന്റിനും നഴ്സിംഗ് കെയർ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്.
മൂന്നാമത്തെയാ. റോസ്റ്റർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ്റ്റർ ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ. ഓരോ നഴ്സുമാർക്കും ഡേ ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആണ് എന്നുള്ള കാര്യങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ. അടുത്ത ആളാണ് നഴ്സിംഗ് സൂപ്പർവൈസർ. Nursing supervisor is considered as nursing executive and is part of the leadership team and is considered a nursing executive. എന്താ പറയുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ആരെഴുതും? എന്തെഴുതും? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ദിസ് ഈസ് എ നഴ്സിംഗ് സൂപ്പർവൈസർ അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 24/7 ആയിട്ടാണ്. 24/7 എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇതിലും അല്ലെ, എല്ലാ അവേഴ്സും എന്താണ്? 24 അവേഴ്സും അവൈലബിൾ ആണ്. ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ. ക്ലിയർ ആയോ? അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ എന്താണ്? അവരുടെ വർക്കിംഗ് ടൈം എന്താണ്? 24 hours/7 ആണ്. Nursing supervisor should always be all ready to attend patients either in person or by way of consultation in a on-call capacity. എന്താ പറയുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, പേഷ്യന്റിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. പേഷ്യന്റിനെ നോക്കാൻ അല്ലെ, അവരെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു പവർ ഉള്ള ആൾക്കാരാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല്. ഇനി ഈ നഴ്സിംഗ് സൂപ്പർവൈസർ പേഷ്യന്റിനെ നോക്കി എന്തെങ്കിലും ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഉടനടി കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് പേഷ്യന്റിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള പവറുള്ള ആളാണ്. എന്നിരുന്നാൽ കൂടിയും പേഷ്യന്റിന് വല്ല ഡോക്ടറുടെ ആവശ്യം വരികയാണെങ്കിൽ ഡോക്ടറെ ഉടനടി കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസറിനെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നുണ്ട്. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആരായിരുന്നു? നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? 24 hours/7 അല്ലെ, എല്ലാ സമയത്തും അവൈലബിൾ ആണ്. പിന്നെ എന്താണ്? പേഷ്യന്റിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. അതുപോലെ ഡോക്ടറിന്റെ ആവശ്യം വരികയാണെങ്കിൽ ഉടനടി ഡോക്ടറെ കോൾ ചെയ്ത് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർസീ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്രണ്ട് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, ഇനി എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ്? ടു സെലക്ട്, orient, training, assign, schedule, coaching, counseling and discipline employees. എന്താ പറയുന്നത്? ഇപ്പൊ ഓരോ സ്റ്റാഫിനും അല്ലെ, ഹോസ്പിറ്റലിലെ ഓരോ നഴ്സുമായിരിക്കും എന്തുണ്ട്? ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ നഴ്സുമാർക്കാണ് ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കേണ്ടത് എന്ന് നോക്കാനായിട്ട് ഓരോ നഴ്സുമാരെയും എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട്. ഓരോ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ നഴ്സുമാരെയും സെലക്ട് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ആരുടെ കടമയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കടമയാണ്. അപ്പൊ ഓരോ നഴ്സുമാരെയും സെലക്ട് ചെയ്യുന്നുണ്ട്, ഓറിയന്റ് ചെയ്യുന്നുണ്ട്. ഓറിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്?
ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഷെഡ്യൂൾ കോച്ചിങ് അല്ലെ, ഓരോ ഷിഫ്റ്റ് പറഞ്ഞില്ലേ, ഓരോ ടൈം ഷെഡ്യൂളിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലെ ഡിസിപ്ലിൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നഴ്സുമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്. ആദ്യം എന്ത് ചെയ്തു? ഓരോ നഴ്സുമാരെ സെലക്ട് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുത്തു. പിന്നെ എന്താണ്? ട്രെയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ എന്താണ്? ഷെഡ്യൂൾ കോച്ചിങ് അല്ലെ, ഓരോ ഷിഫ്റ്റുകൾ പറഞ്ഞു കൊടുത്തു. ഒരു ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ്, അങ്ങനെയുള്ള ഷെഡ്യൂളിംഗ് ടൈമുകൾ കൊടുത്തു, കൗൺസിൽ ചെയ്യിപ്പിച്ചു. പിന്നെ എന്താണ്? ഡിസിപ്ലിൻ പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ്? എന്താണ്? മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ന്യൂ ടെക്നോളജീസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ന്യൂ ടെക്നിക്സ്, അല്ലെങ്കിൽ ന്യൂ ഇന്നോവേഷൻസ് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് അതിലോട്ട് സ്ട്രാറ്റജിക് പ്ലാൻസ് ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് അല്ലെ, എന്തെങ്കിലും ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസ് എന്താണ്? തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾ അല്ലെ. അപ്പൊ എന്തെങ്കിലും പ്ലാനുകൾ അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവറും ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസറിന് ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. ഓക്കെ. പിന്നെ എന്താണ്? മെയിൻറ്റെയിൻ നേഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. നേഴ്സിംഗ് പ്രിൻസിപ്പിൾസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ എന്താണ്? നോംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്. നോംസ് എന്താ? നോംസ് എന്താ മെയിൻ ചെയ്യുന്നത്? മാനദണ്ഡങ്ങൾ. അതുപോലെ പോളിസീസ് എന്താണ്? നയങ്ങൾ. പ്രൊസീജിയേഴ്സ് എന്താണ്? നടപടിക്രമങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നതിൽ ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നഴ്സിംഗ് സൂപ്പർവൈസർക്കാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെ. അവിടെ വരുന്ന പേഷ്യന്റും പിന്നെ ആരും? നഴ്സും സൂപ്പർവൈസറും, നഴ്സിംഗ് സൂപ്പർവൈസറും തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. അവരുമായിട്ട് അല്ലെ, അവിടെ വരുന്ന പേഷ്യന്റുമായിട്ട് നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആരാ കൊണ്ടുപോകേണ്ടത്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ്? പേഷ്യന്റിന്റെ നീഡ്സ് അല്ലെ, പേഷ്യന്റിന്റെ ആവശ്യങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ആ പോയിന്റ്? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പേഷ്യന്റുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ needed to the patient and health care teams. എന്താണ്? ഇപ്പൊ പേഷ്യന്റിന് പല ഇൻഫർമേഷൻസും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ എന്താണ്? ഹെൽത്ത് കെയർ ടീംസ് അല്ലെ, അതാരായിരിക്കാം? നഴ്സിംഗ് ടീംസ് ആയിരിക്കാം. അവർക്കും എന്താണ്? പല ഇൻഫർമേഷൻസും വേണ്ടി വരും. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്, മരുന്ന് കൊടുക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പല ഇൻഫർമേഷൻസും വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ. പേഷ്യന്റ് കെയർ സർവീസിന്, പേഷ്യന്റ് കെയർ കൊടുക്കുമ്പോൾ എന്താണ്? പല ഡോക്യുമെന്റേഷനും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് ആരുടെ കടമയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കടമയാണ്. എന്താണ്? കണ്ടക്ട് ഓപ്പറേഷൻ ടു മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്സ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ്സ് അവൈലബിലിറ്റി. ഇപ്പൊ എന്താണ്? വാർഡിലായാലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയാലും അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഏരിയ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. അതൊക്കെ നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യേണ്ടത് ആരാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ ഇപ്പൊ ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോൺ അത് എന്താണ് കറക്റ്റ് രീതിയിലാണോ അതിന്റെ ഇത് നടക്കുന്നത്, പ്രോസസ്സിംഗ് നടക്കുന്നത്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടത്
നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അതുപോലെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വാർഡിലൊക്കെ എന്താണ് നെബിലൈസർ അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവുന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് നെബിലൈസർ ആവശ്യമാണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? അത് ക്ലിയർ ആയോ പോയിന്റ്സ്? ഓക്കെ, ഇനി എന്താണ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ, വായിച്ചു നോക്ക്, നമുക്ക് നെക്സ്റ്റ് പറയാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയട്ടെ മിസ്. ഓക്കെ, അടുത്തതാണ് നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജിനെ കുറിച്ച് പഠിക്കാം. It is the duty of the nursing in charge to schedule and direct the nursing care of a specific ward or unit during each assigned shift. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും, യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റാണ്, അല്ലെങ്കിൽ ഓരോ വാർഡിനും എന്താണ് സെപ്പറേറ്റ് നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും അല്ലെ. ഈ നഴ്സിംഗ് ഇൻചാർജ് ആരെയാണ് മേൽനോട്ടം വഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റാഫിനും അല്ലെ നഴ്സിംഗ് സ്റ്റാഫിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കാം? ഇപ്പൊ എന്താണ് എന്താ പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ടീച്ചർമാരല്ലേ, ടീച്ചർമാർക്ക് എന്താണ് ഓരോ ഹെഡ് ഉണ്ടാവില്ലേ, HOD ഉണ്ടാവില്ലേ, HOD എന്ന് പറയാം. ഈ നഴ്സിംഗ് ഇൻചാർജിനെ നമുക്ക് വേണമെങ്കിൽ HOD, നഴ്സിംഗ് സ്റ്റാഫിന്റെ HOD ആയിട്ട് പറയാനായിട്ട് പറ്റും. എന്താണ് ആ നഴ്സിംഗ് സ്റ്റാഫിനെ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരായിരിക്കാം? നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനായാലും ഓരോ വാർഡിനായാലും ആരുണ്ട് മേൽനോട്ടം വഹിക്കാൻ? ആരുണ്ട്? നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പറയാനായിട്ട് വരും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ വാർഡിലും നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് അല്ലെ HOD എന്ന് നമുക്ക് പറയാം. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയാം. ഓരോ വാർഡിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും നഴ്സിംഗ് ഇൻചാർജുകൾ, സെപ്പറേറ്റ് നഴ്സിംഗ് ഇൻചാർജുകൾ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്. ഓക്കെ, എന്താണ് if there is any problem with the patient, it is the nursing in charge who contacts the patients first. എന്താണ് ഇപ്പോ എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ വാർഡിൽ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് കരുതുക. അപ്പൊ എന്താണ് വാർഡിലെ ഇൻചാർജറെ, നഴ്സിംഗ് ഇൻചാർജറെ എന്ത് ചെയ്യുന്നുണ്ട്? വിവരം അറിയിക്കുന്നുണ്ട്. വാർഡിൽ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി എന്ന് കരുതുകയാണെങ്കിൽ എന്താണ് അവിടത്തെ ഇൻചാർജ് അല്ലെ നഴ്സിംഗ് ഇൻചാർജിനെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് വിവരം അറിയിക്കുന്നുണ്ട്. If the patient is not satisfied with her the response, ask to speak to the nurse supervisor. എന്താണ് ഇപ്പൊ നഴ്സിംഗ് ഇൻചാർജ് പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനില് പേഷ്യന്റ് സാറ്റിസ്ഫൈ അല്ല എങ്കിൽ പിന്നീട് അവർക്ക് ആരോട് പറയാം? അവരുടെ പ്രോബ്ലംസ് നഴ്സ് സൂപ്പർവൈസറോട് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അത് ഇപ്പൊ വാർഡിൽ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഇല്ലാതെയാണെങ്കിൽ ഫസ്റ്റ് ആരോടാണ് പറയുന്നത്? നഴ്സിംഗ് ഇൻചാർജിനോട് പറയുന്നുണ്ട്. ഈ നഴ്സിംഗ് ഇൻചാർജ് പറയുന്ന സൊല്യൂഷൻ പേഷ്യന്റിന് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ പിന്നീട് അവർക്ക് ആരോട് പറയാൻ പറ്റും? നഴ്സ് സൂപ്പർവൈസറിനോട് അവരുടെ പ്രോബ്ലംസ് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? നഴ്സ് ഇൻചാർജ് എന്ന് പറഞ്ഞാലോ നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ഇനി എന്താണ് അവരുടെ ഡ്യൂട്ടീസ് അല്ലെ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. ഓരോ നഴ്സിംഗ് സ്റ്റാഫിനെയും, അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും സൂപ്പർവൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ് അല്ലെ. ഹൈ ലെവൽ പേഷ്യന്റ് കെയർ നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
എന്നതാണ് ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. ഡ്യൂട്ടി റോസ്റ്റർ എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ ഷിഫ്റ്റിങ് അല്ലെ, ഷിഫ്റ്റ് ഷെഡ്യൂളിങ് അല്ലെ, ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ആ മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡ്യൂട്ടികള് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യണം. അതുപോലെ എന്താണ്? സൂപ്പർവൈസറിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. പിന്നെ എന്താണ്? ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻസ് അല്ലെ, ഒരു വാർഡിലെ ഇൻചാർജ് ആണെന്ന് പറഞ്ഞു അല്ലെ, നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് HOD ആണെന്ന് പറഞ്ഞു ഓരോ വാർഡിന്. അപ്പൊ എന്താണ്? ഓരോ വാർഡിന്റെയും ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? എന്താണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി ആയിരിക്കും. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നർക്കോട്ടിക്സ് റിപ്പോർട്ട്. നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നർക്കോട്ടിക്സ് അറിയോ? സിവിയർ ആയിട്ടുള്ള പെയിനുകളൊക്കെ വരുമല്ലോ, സിവിയർ പെയിൻസ്, എന്തെങ്കിലും നല്ല രീതിയിലുള്ള പെയിൻസ് ഒക്കെ വരുമ്പോ അത് കുറയ്ക്കാനുള്ള മരുന്നാണ്. ഓക്കെ, ഡ്രഗ് ശരിയാണ് കേട്ടോ. സിവിയർ ആയിട്ടുള്ള പെയിനുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കാനുള്ള മരുന്നാണ് നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാല്. അപ്പോ എന്താണ്? ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നർക്കോട്ടിക്സ് റിപ്പോർട്ട് അല്ലെ, ഓരോ മരുന്നുകള് ഇപ്പൊ എന്താണ് മരുന്നുകളുടെ സ്റ്റോക്ക് തീർന്നോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള മരുന്നുകളാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരാണ്? ആരുടെ കടമയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ കടമയാണ്. ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ എന്താണ് ഡ്യൂട്ടീസ്? ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? എല്ലാ സ്റ്റാഫിനെയും സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ്? ഹൈ ലെവലായിട്ട് നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ അല്ലെ, ഷിഫ്റ്റ് ടൈം ഷെഡ്യൂളിങ് ചെയ്ത് കൊടുക്കാം. മന്ത്ലി ആയിട്ടുള്ള ടൈം ഷെഡ്യൂളിങ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ സൂപ്പർവൈസറിന് റിപ്പോർട്ട് സമർപ്പിക്കണം. പിന്നെ എന്താണ്? വാർഡിന്റെ ഓപ്പറേഷൻ അല്ലെ, എന്താണ്? ഞാൻ പറഞ്ഞു അല്ലെ, വാർഡിന്റെ HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വാർഡിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഫംഗ്ഷനും നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യവും നോക്കേണ്ടത് ആരുടെ കടമയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ കടമയാണ്. പിന്നെ എന്താണ്? ഓരോ മെഡിസിൻസും നല്ല രീതിയിലാണോ അവിടെ സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നാളെ വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. നമ്മൾക്ക് രണ്ടുപേരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സിന്റെയും നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം തീരുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ഇത്രയും ഞാൻ എടുത്തത് ബോറടിച്ചോ ഇന്നെടുത്തപ്പോ? ഓക്കെ, അടുത്ത പ്രാവശ്യം വരും, നാളെ വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.